Hello friends, welcome to the channel. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് ഗൂഗിളിന്റെ ഒരു അഡ്വാൻസ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞായിരിക്കും നമുക്ക് റീസെൻ്റ്ലി കുറേ കാലമായിട്ട് നിങ്ങൾ യൂട്യൂബ് ഹാക്കായി ജിമെയിൽ ഹാക്കായി എന്നൊക്കെ കുറേ സംഭവം ഫേസ്ബുക്ക് ഹാക്കായി ഇൻസ്റ്റാഗ്രാം ഹാക്കായി എന്നൊക്കെ പറഞ്ഞ് സ്ഥിരം കേൾക്കുന്ന സംഭവമാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇപ്പോൾ ഫിഷിംഗ് അറ്റാക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഹാക്കേഴ്സും സംഭവങ്ങളൊക്കെ ഈസി ആയിട്ട് ഇപ്പോൾ ഹാക്കിംഗ് പരിപാടിയൊക്കെ ഇഷ്ടം പോലെ ഇപ്പോൾ മൾട്ടിപ്പിൾ വേസിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ എന്തായാലും അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും റീസെൻ്റ്ലി ഗൂഗിൾ നമ്മുടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനൊക്കെ നിർബന്ധമാക്കിയിരുന്നു അക്കൗണ്ടിലൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മളതിൽ ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ OTP ബേസിലൊക്കെയാണ് നമ്മൾ നോർമലി ചെയ്യാറ്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ നമുക്കൊരു ഫിസിക്കൽ സെക്യൂരിറ്റിക്ക് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാം. അതിൻ്റെ തന്നെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഈ ഗൂഗിളിൻ്റെ അഡ്വാൻസ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിനെ കുറിച്ച്. പക്ഷേ നിങ്ങൾക്ക് എന്താ വേണ്ടത്, 2 ഫിസിക്കൽ സെക്യൂരിറ്റി കീ എനേബിൾഡ് വേണം. അതായത് ഫിഡോ, അതായത് ഫാസ്റ്റ് ഐ ഡി ലോഗിൻ എന്ന് പറയുന്ന സംഭവമാണ് ഫിഡോ എന്ന് പറയുന്ന ഫുൾ ഫോം തരുന്നത്. ഫിഡോ സപ്പോർട്ടറായിട്ടുള്ള കീകൾ നിങ്ങൾക്ക് വേണം. അല്ലെങ്കിൽ ഗൂഗിൾ ടൈറ്റൻ കീ, അതുപോലെ തന്നെ യൂബിക്കോൻ്റെ കീ. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ പുതിയ കീ ഇട്ടുന്നു ത്രെറ്റസിൻ്റെ കീ 3000. നമ്മൾ അത് കാണാത്തവർ പോയി കണ്ടു കേട്ടോ. എന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ ആ റീസെൻ്റ്ലി പുതിയത് വാങ്ങിച്ച കീ. ഞാനത് പുറത്തേക്ക് എടുക്കാം. എൻ്റെ ബോക്സാണ്. 2 കീ വേണ്ട നമുക്ക് ഗൂഗിളിൻ്റെ അഡ്വാൻസ് പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ. സിമ്പിളാണ്. ഇതാണ് നമ്മുടെ ത്രെറ്റസിൻ്റെ കീ വരുന്നത്. ഇതാ കണ്ടോ, ലൈറ്റ് വരുന്നുണ്ട്. ഇത് നമ്മുടെ യൂബിക്കോൻ്റെ കീ. ഇതാണ് യൂബിക്കോൻ്റെ കീ. അപ്പോൾ ഈ 2 കീ ഉപയോഗിച്ചിട്ട് നമുക്ക് ഗൂഗിളിൻ്റെ അഡ്വാൻസ് പ്രോഗ്രാമിൽ ഈസി ആയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നമ്മുടെ ഗൂഗിളിൻ്റെ അഡ്വാൻസ് പ്രോഗ്രാമിനെ കുറിച്ച് അറിയാത്തവർ എന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. മോസ്റ്റ്ലി എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ നമുക്കിത് ആക്ച്വലി ഒരു 2 മിനിറ്റ് 3 മിനിറ്റിൽ എൻറോൾ ചെയ്യാനുള്ളത് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവരുടെ സ്ട്രോങ്ങസ്റ്റ് സെക്യൂരിറ്റി എന്നാണ് ഇവർ പറയുന്നത് ഇതിനെ. നമുക്കറിയാം നമ്മുടെ എന്താ പറയുക, നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസും പ്രൈവസീനെ കൺസേൺ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു സെക്യൂരിറ്റി ഫീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അതിന് വേണ്ടത് നമുക്ക് ഈ 2 സംഭവങ്ങളാണ്. 2 ഫിസിക്കൽ കീ ആണ് വേണ്ടത്. ഇത് ടാർഗറ്റഡ് ഓൺലൈൻ അറ്റാക്സിന് എതിരായിട്ടാണ് നമുക്ക് നമ്മുടെ എന്താ പറയുക അഡ്വാൻസ് പ്രൊട്ടക്ഷൻ പ്ലാനൊക്കെ ഇറക്കിക്കുന്നത്. നിങ്ങൾക്ക് ഫിഷിംഗ് എന്നൊക്കെ നിങ്ങളെ രക്ഷിക്കും. അതുപോലെ തന്നെ ഹാംഫുൾ ഡൗൺലോഡ്സ് നിങ്ങൾക്ക് കുറച്ചും കൂടി എല്ലാം ഒരു വരെ തന്നെ കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷൻ മോഡിലേക്ക് പോകും. അതാണ് ആക്ച്വലി ഇവർ ചെയ്യുന്നത്. നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷനൊക്കെ കുറച്ചും കൂടി സെക്യൂർ ആക്കും. ഈസിയാണ്. നമുക്ക് അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ എൻ്റെ പ്രൈമറി നമുക്കൊരു ഡെമോ പോലെ ഞാൻ കാണിച്ചു തരാം. എന്താ വെച്ചാൽ ഫുൾ പ്രോസസ്സ് നമുക്ക് കാണിച്ചു തരാം. അത് ഫുൾ പ്രോസസ്സ് കാണിക്കാനൊന്നുമില്ല. നമുക്ക് എന്തായാലും ഡെമോ ഇമെയിൽ ID ഞാൻ കാണിച്ചു തരാം. എൻ്റെ മെയിൻ ഇമെയിൽ ID ജിമെയിൽ IDയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. എൻ്റെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അഡ്വാൻസ് പ്രോഗ്രാമിംഗ് ഒക്കെ എനേബിൾഡ് ആണ് എൻ്റെ കയ്യിൽ. അപ്പോൾ നമുക്ക് ഈ 2 കീയിലാണ് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രത്യേകത വരുന്നത്. അപ്പോൾ ഒരെണ്ണം സെക്കൻഡറി കീയും ഒരെണ്ണം പ്രൈമറി കീയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീ അവൈലബിൾ ആണ്. അത് നോർമൽ കീ ആണ്, ഇത് NFC കീ ആണ്. ഇനി നമുക്ക് ബ്ലൂടൂത്ത് കീ ഉണ്ട്, ഫിംഗർ പ്രിൻറ്റ് കീ ഉണ്ട്. നമുക്ക് ആക്ച്വലി കീ നമ്മുടെ USB പോർട്ടിൽ കുത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ പ്രസ് ചെയ്യുകയോ ടച്ച് ചെയ്യുകയോ ചെയ്യാനുണ്ട്. അതായത് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പം എൻ്റെ ഒരു ജിമെയിൽ, ഇത് നമുക്ക് ജിമെയിലിൽ മാത്രമല്ല നമുക്ക് എല്ലാ സോഷ്യൽ പ്ലാറ്റ്ഫോംസിലും ഓൺലൈനായിട്ട് സോഷ്യൽ പ്ലാറ്റ്ഫോംസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നത്. മോസ്റ്റ്ലി എല്ലാം സപ്പോർട്ടാണ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതൊക്കെ സപ്പോർട്ടാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നോർമലി നമ്മൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, ഫോൺ ഇതാണ് കൊടുക്കുക. ഫോൺ ലിങ്ക് ചെയ്യും. അപ്പോൾ ഫോണിൽ നമുക്കൊരു പോപ്പപ്പ് വരും, അല്ലെങ്കിൽ നമുക്ക് OTP വരും. അതാണ് നമ്മൾ നോർമലി ചെയ്യാറ്. പക്ഷെ അത് ഫോൺ ഹാക്ക് ആയി കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് എടുത്ത് മാറ്റാവുന്നേ ഉള്ളൂ. അത് അല്ലെങ്കിൽ ഓവർ ഐഡിയാണുള്ളൂ നമ്മുടെ ഹാക്കേഴ്സിനൊക്കെ. ആ സൈഡിലാണ് നമുക്ക് ഈ സംഭവം. അതൊരു ഫിസിക്കൽ സംഭവമാണ്. അപ്പോൾ ഓൺലൈൻ അറ്റാക്കേഴ്സിന് ഇത് എടുക്കാൻ പറ്റില്ല. ഇത് ഫിസിക്കൽ അല്ലേ. അതുപോലെ തന്നെ ഇത് കുത്തിയത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യും വേണം. എന്നാലും നമുക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ആവുള്ളൂ. എന്നാലും നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പാസ്വേഡ് മാത്രം കിട്ടിയതുകൊണ്ട് ഒരാൾക്ക് ഇത് ലോഗിൻ ചെയ്യാനേ പറ്റില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത വരുന്നത്. ഇത് നമുക്കും ബാധകമാണ് കേട്ടോ. നമ്മളതിൽ ഈ സാധനം വേണം. അതിനാണ് അഡ്വാൻസ് പ്രൊട്ടക്ഷനിൽ 2 കീ എന്ന് പറയുന്നത്. ഒരെണ്ണം സെക്കൻഡറി കീ ആണ്. അപ്പോൾ ഒരെണ്ണം നമുക്ക് എങ്ങനെയെങ്കിലും ഡാമേജ് ആവുകയും പൊട്ടിപ്പോകും. എന്ന് വെച്ചാൽ ഈ യൂബിക്കോൻ്റെ കീ കുറച്ച് പണിയാണ്. എന്താ വെച്ചാൽ ഭയങ്കര തിന്നാണ്, നിങ്ങൾക്ക് കാണാം. പിന്നെ പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ കുത്തി വെച്ചിട്ട് ചിലപ്പോൾ ചെറുതായിട്ട് തട്ടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടും. അപ്പോൾ പണി കിട്ടും. അപ്പോൾ ഇതാണെങ്കിൽ പക്ഷേ ത്രെറ്റസിൻ്റെ കീ ആണെങ്കിൽ ഇത് ഫുള്ളി മെറ്റലാണ്. നമുക്ക് നോർമൽ ഇത് നമ്മുടെ കീ ചെയിൻ പോലെ നമ്മുടെ നോർമൽ എന്താ പറയുക USB കീ ഇല്ലേ, അതിൻ്റെ സംഭവമാണ്. നമുക്കിത് മടക്കി വയ്ക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടി സേഫാണ് യൂബിക്കോൻ്റെ. പക്ഷേ ക്വാളിറ്റിയൊക്കെ സൂപ്പറാണ്. യൂബിക്കോൺ എല്ലാം ഗൂഗിളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നതൊക്കെ. പക്ഷേ ഇതിൻ്റെ കുഴപ്പം ഇതാണ്, ഞാൻ ഭയങ്കര തിപ്പൊട്ട് ലോക്കൽ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണെന്നൊക്കെയല്ല പറയുന്നത്. പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ജോയിൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞത്.
ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ഒക്കെ ആവാറായിട്ട്. അപ്പോൾ ഇതിന് കുഴപ്പമൊന്നുമില്ല, മര്യാദയ്ക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയറിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ എന്തായാലും കമ്പ്യൂട്ടറിൽ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിലെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയതാണ്, ചെക്കൗട്ട് ചെയ്തൊക്കെ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തായാലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടു. 𝘄𝘄𝘄𝘄 എന്നാണ് പേര് നിങ്ങൾ കണ്ടായിരിക്കും. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫൈനാൻഷ്യൽ ന്യൂസും അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സുകളുടെ റിവ്യൂയും കാര്യങ്ങളൊക്കെയാണ്. ഹെൽപ്ഫുൾ കണ്ടന്റ് തന്നെയായിരിക്കും. നോക്കാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വിലയ്ക്ക് പോകാം. നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് അഡ്വാൻസ് ഗൂഗിൾ പ്രൊട്ടക്ഷൻ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് വരും. അതിൽ ഫസ്റ്റ് തന്നെ വരുന്നത് അഡ്വാൻസ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാം ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ജസ്റ്റ് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു പുതിയൊരു ഇമെയിൽ ഐ ഡി, ഫേക്ക് ഇമെയിൽ ഐ ഡി ഫേക്കല്ല, ഒരു ന്യൂ ഇമെയിൽ ഐ ഡി ഉണ്ടാക്കിയതാണ് നമ്മുടെ വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രം. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഗൂഗിൾ സ്ട്രോങ്ങസ്റ്റ് സെക്യൂരിറ്റി ഹെൽപ്സ് കീപ്പ് യു പ്രൈവറ്റ് ഇൻഫർമേഷൻ സേഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ താഴെ കാണുന്ന അഡ്വാൻസ് പ്രൊട്ടക്ഷൻ ഡിഫൻസ് അഗെയിൻസ്റ്റ് ടാർഗറ്റഡ് ഓൺലൈൻ അറ്റാക്സ്, അതുപോലെ തന്നെ പ്രൊട്ടക്ട്സ് യുവർ അക്കൗണ്ട് ഫ്രം ഫിഷിംഗ്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഡാറ്റാസൊക്കെ ലീക്ക് ആവുന്നതാണല്ലോ ഫിഷിംഗ്. അതുപോലെ തന്നെ പ്രൊവൈഡ് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഫ്രം ഹാംഫുൾ ഡൗൺലോഡ്സ്. ഇതൊക്കെ ആക്ച്വലി നമ്മുടെ ഇമ്പ്രൂവ് കിട്ടും നമ്മളിത് ആക്ച്വലി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ. അഡ്വാൻസ് പ്രൊട്ടക്ഷൻ കീപ്സ് യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ സെക്യൂർ എന്ന് കൊടുത്തിട്ടുണ്ട്. അഡ്വാൻസ് പ്രൊട്ടക്ഷൻ അറ്റ് വർക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കുറേ ആൾക്കാരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻറോൾ ഇൻ മിനി എന്ന് പറഞ്ഞിട്ട് യു ക്യാൻ പർച്ചേസ് എ ഗൂഗിൾ ടൈറ്റൻ സെക്യൂരിറ്റി കീ ഓർ എനി ഫിഡോ കംപ്ലൈൻറ്റ് സെക്യൂരിറ്റി കീ ടു എൻറോൾ. 2 കീ വേണ്ട. അതാണ് അഡ്വാൻസ് സെക്യൂർ പ്രൊട്ടക്ഷൻ്റെ ഒരു മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം. അപ്പോൾ നമ്മൾ ഓൾറെഡി കീ സംഭവങ്ങളൊക്കെ കാണിച്ചല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡിൽ പോകാം. അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡിൽ പോയി കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാൻ പറയും. അപ്പോൾ എൻ്റെ ഓൾറെഡി ലോഗിൻ്റെ ആണ്. അപ്പോൾ എൻ്റെ ഇമെയിലൂടെ കാണിക്കുന്നുണ്ട്, ഞാൻ ആക്ച്വലി ഹൈഡ് ചെയ്യും. അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് സ്ട്രോങ്ങസ്റ്റ് സെക്യൂരിറ്റി ഫോർ യുവർ ഗൂഗിൾ അക്കൗണ്ട്, ഫിഷിംഗ് ഡിഫൻസ് ഉണ്ട്, ഫയൽ സേഫ്റ്റി പ്രൊട്ടക്ഷൻ ഉണ്ട്, ഡാറ്റ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിവിടെ കാണിച്ചിട്ടുണ്ട് കുറേ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അഡ്വാൻസ് പ്രൊട്ടക്ഷൻ ഈസ് പ്രൊവൈഡഡ് അറ്റ് നോ ചാർജ് ആണ്. പിന്നെ ഈസ് അഡ്വാൻസ് പ്രൊട്ടക്ഷൻ റൈറ്റ് ഫോർ യു എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈസ് റെക്കമെൻഡഡ് ഫോർ പീപ്പിൾ ഹൂസ് ഗൂഗിൾ അക്കൗണ്ട് കണ്ടെയ്ൻസ് സെൻസിറ്റീവ് ഫയൽസ് ഓർ വാല്യുബിൾ ഇൻഫർമേഷൻ. The program offers Google's strongest account security, which comes with some restriction on your account. For example, it requires signing with a physical security key in addition to your password and restrict access to many apps എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാട്ട്സ് നീഡഡ് ടു ടേൺ ഓൺ ഞാൻ പറഞ്ഞല്ലോ 2 കീ വേണം. അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടർ അടിക്കുക, കണ്ടു. അപ്പോൾ അടുത്തടിച്ച് കഴിഞ്ഞാൽ തന്നെ ഇവിടേക്ക് വരിക, കണ്ടു. ഗെറ്റ് സെക്യൂരിറ്റി കീ, രജിസ്റ്റർ സെക്യൂരിറ്റി കീ, എൻറോൾ. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി എൻ്റെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഉപയോഗിക്കുമ്പോൾ ഒരു കീ പഴയ തൊട്ടുണ്ട്, പണ്ട് തൊട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഞാൻ വേറൊരു കീ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കാണാത്തൊരു പോയി കണ്ടുപോകുക. 3000 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് കീ വാങ്ങിക്കാൻ പറ്റും. ആമസോണിൽ ലിങ്കൊക്കെ ആ വീഡിയോയിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വേണ്ടി ഇതിൻ്റെ ഈ വീഡിയോ താഴെ കൊടുക്കാം. അപ്പോൾ ഈ ഉപയോഗിക്കോടെ ചെയ്യുന്നത് ആക്ച്വലി NFC സപ്പോർട്ടൊക്കെ ഉള്ളതാണ്. ഇതിന് ഒരു 3800 റേഞ്ചൊക്കെ വരും കേട്ടോ. അത് ഞാൻ ഓൾറെഡി ഇപ്പോൾ കുത്തിയിട്ടുണ്ട് നമ്മുടെ PC-യിൽ. അതാണ് ഇവിടെ കാണിക്കുന്നത്. ശരിക്കും 2 വേണം. അപ്പോൾ നമ്മൾ 2 കുത്തി കഴിഞ്ഞാൽ ഇവിടെ 2 കാണിക്കും. അതിൽ രജിസ്റ്റർ സെക്യൂരിറ്റി കീ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും, കണ്ടു. ആഡ് മെയിൻ കീ, പിന്നെ ഒരു ആഡ് ബാക്കപ്പ് കീ. ഇത് നമ്മൾ ജസ്റ്റ് വെറുതെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം എൻറോൾ ആയി. അത്രേ ഉള്ളൂ പ്രൊസീജിയർ. ഞാനിപ്പോൾ എൻറോൾ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഇത് എനിക്ക് എൻ്റെ പുതിയ അക്കൗണ്ട്, അതിൻ്റെ ഈ അക്കൗണ്ട് ഇതൊന്നും ആവശ്യമില്ല. ഞാൻ യൂസ് ചെയ്യാത്ത അക്കൗണ്ട് ഇപ്പോൾ പുതിയതുണ്ടാക്കി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക, വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇവിടെ പടം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യണം. നമ്മൾ ഫിസിക്കലിക്ക് കുത്തിയാൽ മാത്രം പോരാ, അതിൻ്റെ മുകളിലൊരു ടച്ച് സെൻസിറ്റീവ് സംഭവം കൂടെ ഉണ്ട്. അവിടെ നമ്മൾ ടച്ച് ചെയ്യും വേണം, എന്നാലല്ല ലോഗിൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതൊരു നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ ഗൂഗിൾ ജിമെയിൽ അക്കൗണ്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമൊക്കെ ഇതുവഴി നമുക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നല്ല സെക്യൂർഡ് ആക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ നല്ല ഡാറ്റാസും അതുപോലെ തന്നെ വാല്യുബിൾ ആയിട്ടുള്ള ഡാറ്റാസും നമ്മളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വാങ്ങിച്ച് ഓൺ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ബൈ.